إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അവന്റെ ഹൃദയം എന്നത്. ജൈവശാസ്ത്രപരമായും ആത്മീയമായും വളരെ പ്രാധാന്യമുള്ള ഒരു അവയവമാണത്. ഹൃദയവിശുദ്ധി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം അത് ശുദ്ധമാവുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും അവൻ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശാരീരിക പ്രകൃതിയിലേക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ നിറവ്യത്യാസത്തിലേക്കോ അല്ല നോക്കുന്നത്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് നൽകിയ ചില വൈജാത്യങ്ങളാണ്. പരസ്പരം തിരിച്ചറിയാനും പരസ്പരം മനസ്സിലാക്കാനും ഒക്കെയുള്ള വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ നിറങ്ങളിലും നിങ്ങളുടെ ശരീരത്തിലുമൊക്കെയുള്ളത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. അപ്പോൾ ഒരു മനുഷ്യൻ തന്റെ ശാരീരികമായ വിശുദ്ധിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിശുദ്ധിയാണ് ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ, തന്റെ വസ്ത്രവും തന്റെ ശരീരവും എപ്രകാരം അവൻ ശുദ്ധിയാക്കി സൂക്ഷിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ അവൻ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് തന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രാധാന്യം സൂറത്തു ശുഅറാന്റെ 88-89 ആയത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. പരലോകമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് സമ്പത്തും അവന്റെ സന്താനങ്ങളും ഉപകാരം ചെയ്യാത്തൊരു ദിവസമാണ്.
ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ ആർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടുകൂടി പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് വന്നവന് മാത്രമാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക. ദുനിയാവിൽ കുറെ സമ്പത്തുണ്ട്, ദുനിയാവിൽ കുറെ ആൾബലമുണ്ട്, അതൊന്നും അവിടെ ഉപകാരം ചെയ്യുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടുകൂടി, സംശുദ്ധമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആരാണ് എത്തിച്ചേരുന്നത്, അവന് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് സൂറത്ത് ശുഅറയിലൂടെ അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹൃദയത്തെ ശുദ്ധീകരിച്ചവനാണ് തന്റെ മൊത്തം ജീവിതത്തെ ശുദ്ധീകരിച്ചവൻ. ആ ഹൃദയത്തെ മലിനമാക്കിയവൻ, അതിനെ ദുഷിപ്പിച്ചവൻ, അവൻ തന്റെ ജീവിതത്തെ തന്നെ ദുഷിപ്പിച്ചവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന ഫിൽ ജസദി മുളഗ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം ഇദാ സലുഹ ലഹാ സായിറുൽ ജസദി, ഒരു മനുഷ്യന്റെ ഹൃദയം നന്നായിക്കഴിഞ്ഞാൽ മറ്റുള്ള ശരീരങ്ങളും അതിന്റെ പിറകെ നന്നായിക്കൊള്ളും. വൈദാ ഫസദത്, ഇനി അതെങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഫസദ ലഹാ സായിറുൽ ജസദി, ബാക്കിയുള്ള ശരീരങ്ങളൊക്കെ അതിന്റെ പിന്നാലെ കേടുവന്നു പോകും. മനസ്സിലാക്കണം, അത് ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഈ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് ശുദ്ധിയാകേണ്ടതിന്റെ പ്രാധാന്യമാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നമുക്ക് മാതൃക. വത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു കൽപ്പിച്ചത് നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്ത് പിൻപറ്റണമെന്നാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് സൂറത്ത് സ്വാഫാത്തിൽ അല്ലാഹു പറഞ്ഞു, ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിലേക്ക് അടുത്തേക്ക് വരുന്നത് ഖൽബുൻ സലീമുമായി കൊണ്ടായിരിക്കും, അഥവാ സംശുദ്ധമായ ഹൃദയവുമായി കൊണ്ടായിരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക. സഹോദരന്മാരെ, സഹോദരികളെ, ഇത് നമുക്കൊരു മാതൃകയാണ്. പടച്ച റബ്ബിന്റെ അടുക്കിലേക്ക് നാം എത്തുമ്പോൾ നമ്മുടെ ഖൽബ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് സലീമായ മനസ്സായിക്കൊണ്ടായിരിക്കണം ഉണ്ടാകേണ്ടത്. എന്താണ് ഒരു മനുഷ്യന്റെ ഹൃദയം സലീമാകാനുള്ള ആവശ്യമായ കാര്യങ്ങൾ? 5 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു മനുഷ്യന്റെ ഹൃദയമെങ്കിൽ, അവന്റെ മനസ്സെങ്കിൽ, അതാണ് ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ ഖൽബ് സലീമല്ല. സലീമല്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്, ആ മനുഷ്യന് ഒരിക്കലും പടച്ച റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യമല്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാ പണ്ഡിതന്മാർ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, ഒരു മനുഷ്യന്റെ ഹൃദയം എപ്പോഴാണ് സലീമാകുന്നത്? അതിലൊന്നാമത്തെ കാര്യം അസ്ലമലില്ല, ഖൽബുൻ അസ്ലമലില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങിയ ഹൃദയമാണെങ്കിൽ അതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തത് സല്ലമ ലിത്തിബാഇ റസൂലില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഇത്തിബാഅ ചെയ്യുന്നതിൽ കീഴൊതുങ്ങിയ മനസ്സായിരിക്കണം. മൂന്നാമത്തെ ഇസ്തസ്ലമ ലിഖളാഇല്ലാഹി വ ഖദരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ ആ മനുഷ്യൻ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് മുന്നിൽ അവൻ കീഴൊതുങ്ങുകയും ചെയ്തവനായിരിക്കണം. നാലാമത്തത് സലിമ മിൻ കുല്ലി മാ യഖ്തഉഹു മിൻ ദിക്രില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിൽ നിന്ന് അവന്റെ മാർഗത്തിൽ തെറ്റിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമായിരിക്കണം അത്. അഞ്ചാമത്തെ കാര്യം വസാലമ ഔലിയ അല്ലാഹി മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാരെ അഥവാ വിശ്വാസികളായ ആളുകൾ അവന്റെ എല്ലാവിധ മാനസികമായ ദുഷിപ്പിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കണം. ഇങ്ങനെ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു മനുഷ്യന്റെ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ. അത് ഓരോ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. അതിലൊന്നാമത്തത് സല്ലമ അസ്ലമലില്ല, അവൻ പടച്ച റബ്ബിന് കീഴൊതുങ്ങിയവനാണ്. ഇത് പറഞ്ഞാൽ സഹോദരന്മാരെ, അവന്റെ ജീവിതത്തിന്റെ എന്ത് പ്രയാസമുണ്ടെങ്കിലും അവൻ പടച്ച റബ്ബിനോടല്ലാതെ തേടുകയില്ല. എന്ന് പറഞ്ഞാൽ കറകടഞ്ഞ തൗഹീദുള്ള മനുഷ്യനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തൗഹീദുണ്ടോ അവനാണ് ഖൽബുൻ സലീം ഉണ്ടാവുക. തൗഹീദില്ലാത്തൊരു മനുഷ്യൻ തന്റെ പ്രാർത്ഥനകളും തന്റെ നേർച്ചകളും അർച്ചനകളും ഇബാദത്തുകളും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ,
എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ഇബാദത്തുകളും എന്റെ അറിവുകളും എന്റെ എല്ലാ ഇബാദത്തുകളും അതൊക്കെ പടച്ച റബ്ബിന് ഒരു മനുഷ്യനാക്കിയിട്ടുണ്ടെങ്കിൽ അവനാണ് ഖൽബുൻ സലീമിന്റെ ഒന്നാമത്തെ ഉടമ. അപ്പൊ തൗഹീദ് ഉണ്ടായിരിക്കണം, തൗഹീദ് ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബു അസ്ലിം, ഇബ്രാഹിമേ നീ അല്ലാഹുവിന് കീഴൊതുങ്ങണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിന് ഞാൻ മുസ്ലിം ആയിരിക്കുന്നു. അതാണ് അസ്ലമ ലില്ലാ. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ പടച്ചോനല്ലാതെ വേറെ സൃഷ്ടികൾ ഉണ്ടാകാൻ പാടില്ല. എന്ത് പ്രയാസങ്ങൾ വന്നാലും എനിക്ക് അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, സൃഷ്ടികളുണ്ട്, ജാരങ്ങളുണ്ട്, മഖബറുണ്ട്, അതല്ല ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എനിക്കുള്ളത്. എന്റെ എന്ത് സങ്കടങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ ബുദ്ധിമുട്ടുകളും എന്റെ ദുരിതങ്ങളും ഇന്നമാ അശ്കൂ ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, അതാണ് അസ്സലമു ലില്ലാ എന്ന് പറഞ്ഞാൽ. എന്റെ പ്രയാസങ്ങളും എന്റെ സങ്കടങ്ങളും ഞാൻ എന്റെ റബ്ബിനോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ ഉയർന്നു കഴിഞ്ഞാൽ അവനാണ് ഖൽബുൻ സലീമിന്റെ ഒന്നാമത്തെ ഉടമ. ശിർക്ക് ചെയ്യുന്നവന്റെ ഖൽബ് സലീമല്ല. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മർളാ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ശിർക്ക് ചെയ്യുന്നവന്റെ മനസ്സിൽ സലീമല്ല, രോഗമുണ്ട്. ആ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശിർക്കില്ലാത്ത കറകളഞ്ഞ മനസ്സിന്റെ ഉടമകളാണ് ഖൽബുൻ സലീമിന്റെ ഒന്നാമത്തെ ഉടമസ്ഥന്മാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, അയ്യുദംബിൻ ആളം, നബി ഏത് തിന്മയാണ്, ഏത് തെറ്റാണ് ഏറ്റവും വലിയ, ഏറ്റവും മോശമായ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശിക്ഷ കിട്ടുന്ന തെറ്റേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അവനാണ് നിന്നെ പടച്ചത്, ആ പടച്ച റബ്ബിന്റെ വിഷയത്തിൽ നീ ഒരു പങ്കുകാരനെ സൃഷ്ടിക്കുക. അഥവാ അള്ളാഹ്ക്ക് നീ ഒരു സമന്മാരുണ്ടാക്കുക. അത് പ്രാർത്ഥനയിലാകട്ടെ, ഇബാദത്തിലാകട്ടെ, എന്ത് സത്യം ചെയ്യുന്ന വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നീ പങ്കുകാരുണ്ടാക്കിയാൽ നിന്റെ ഹൃദയം സലീമല്ല. നിന്റെ ഹൃദയം അള്ളാഹുവിന്റെ അടുക്കൽ വന്നാൽ രക്ഷപ്പെടാൻ അർഹതയില്ലാത്ത, അള്ളാഹുവിന്റെ മുമ്പിലെത്തിയാൽ രക്ഷയ്ക്ക് അർഹതയില്ലാത്ത ഹൃദയമായിട്ടാണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഏത് ഹൃദയമാണ് സലീമായ ഹൃദയം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങണം. മനസ്സ് അതിലങ്ങോട്ട് ലയിക്കണം. പിന്നീട് അതൊന്നും തോന്നാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും അവന്റെ പരലോകത്തെയും ആഗ്രഹിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനിൽ മാത്രമാണ് മാതൃക, വേറെ ആരും മാതൃകയല്ല. നിങ്ങൾ നോക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിൽ അവന് ചോദ്യമുണ്ട്. നമുക്കറിയാലോ, ഖബറിൽ ചോദ്യമുണ്ട്, അള്ളാഹിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. എന്താ സഹോദരന്മാരെ ഖബറിൽ അള്ളാഹുവിന്റെ പ്രവാചക, അള്ളാഹുവിന്റെ മലക്കുകൾ ഒന്ന് ചോദിക്കുന്നത്? എന്താണ് ഒരു വിശ്വാസിയോടും കാഫിറിനോടും അതുപോലെ തന്നെ പിന്നെ കപട വിശ്വാസികളോടും അള്ളാഹുവിന്റെ മലക്കുകൾ എന്താ ചോദിക്കുന്നത്? നീ ഏത് മദ്ഹബിലാണെന്നാണോ? അല്ലല്ലോ. എന്താ റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, വമാ കുൻത തഖൂലു ഫീ ഹാദർ റജുൽ, എന്താ ഒന്നാമത്തെ ചോദ്യം? അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എന്താ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഹാദർ റജുൽ എന്ന് പറഞ്ഞാൽ അത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളല്ല, അവരൊന്നും മോശക്കാരല്ല, അവർക്ക് മഹാപണ്ഡിതന്മാരാണ് റഹിമഹുമുല്ലാഹു ജമീഅൻ. പക്ഷെ ഖബറുൽ ചോദ്യം ഇമാം ഷാഫിയെ പറ്റിയല്ല, ഖബറുൽ ചോദ്യം ഇമാം മാലിക്കിനെ കുറിച്ചല്ല, ഖബറുൽ ചോദ്യം ഇമാം അബൂ ഹനീഫയെ കുറിച്ചല്ല, ഖബറുൽ ചോദ്യം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ചല്ല, ഖബറുൽ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സറിഞ്ഞുകൊണ്ട് ഇത്തിബാ ചെയ്യണം. അതാണ് ഖൽബുൻ സലീമിന്റെ രണ്ടാമത്തെ ലക്ഷണം. ഇനി രണ്ടാമത്തെ ചോദ്യം എവിടുന്ന? രണ്ടാമത്തെ ചോദ്യം പരലോകത്ത് വെച്ചുകൊണ്ടാണ്. ആ പരലോകത്ത് വെച്ചുകൊണ്ടുള്ള ചോദ്യം എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖസസിൽ പറഞ്ഞു, വയൗമ യുനാദീഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ട് അവരെ വിളിക്കും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു ചോദിക്കും, മാദാ അജബ്തുമുൽ മുർസലീൻ, എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്മാർക്ക് ഉത്തരം കൊടുത്തത്? എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന്മാർക്ക് എന്താണ് നിങ്ങൾ ഉത്തരം കൊടുത്തത്? നിങ്ങളുടെ മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് നിങ്ങൾ എന്താ ഉത്തരം കൊടുത്തത് എന്നല്ല. മാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർക്ക് നിങ്ങൾ എന്താണ് ഉത്തരം കൊടുത്തിട്ടുള്ളത്? റസൂലുള്ളാഹിക്ക് നമ്മൾ എന്താ ഉത്തരം കൊടുത്തത്? ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തോ? ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ലേ? അതാണ് അള്ളാഹുവിന്റെ ചോദ്യം.
നിങ്ങൾ എന്താണ് ഖുൽ അത്തിഉ അല്ലാഹ വ അത്തിഉ റസൂൽ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ ഇല്ലേ? അതാണ് ചോദ്യം. അല്ല മദ്ഹബ് അനുസരിച്ചോ ഇല്ല, അത് മദ്ഹബുകൾക്ക് ആവശ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ വിഷയങ്ങളിൽ, ഫിഖഹിയായ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമ്മുടെ ചോദ്യം റസൂലുള്ളാഹിനെ കുറിച്ചാണ്. ആ പ്രവാചകന് നിങ്ങൾ എന്താണ് ഉത്തരം കൊടുത്തത്? അള്ളാഹിന്റെ പ്രവാചകൻ അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? അള്ളാഹുവെ, എന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മനസ്സാ വാച കർമ്മണ ഞാൻ അനുസരിച്ചു എന്നൊരു മനുഷ്യന് പറയാൻ കഴിഞ്ഞാൽ അവനാണ് ഇല്ലാ മന്നത്തല്ലാഹു ബിഖൽബിൻ സലീം, അവനാണ് സലീമായ ഹൃദയത്തിന്റെ ഉടമ. സഹോദരന്മാരെ, നമ്മൾ ചിന്തിച്ചു നോക്കൂ. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കൽപ്പനകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് കൽപ്പനകൾ. ഒരു മനുഷ്യൻ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ അവൻ അതിലേക്ക് മടങ്ങിച്ചെല്ലുന്നതുവരെ എത്ര കൽപ്പനകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ വസ്ത്രമാകട്ടെ, നമ്മുടെ ശരീരമാകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി കൊണ്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളാകട്ടെ, സാമ്പത്തിക രംഗമാകട്ടെ, കുടുംബമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയില്ലാത്ത ഒരു രംഗവുമില്ല. എല്ലാത്തിനും റസൂലുള്ള മാതൃക കാണിച്ചിട്ടുണ്ട്. ആ മാതൃകകൾക്ക് നമ്മൾ പൂർണ്ണമായും കീഴൊതുങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം സലീമാണ്. അതല്ല, അതൊന്നും പോരാ, കുറച്ചും കൂടെയൊക്കെ കൂട്ടണം, കുറച്ചുകൂടെയൊക്കെ ബിദ്അത്ത് നമുക്ക് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവിടെ അത്രയൊന്നും പോരാ, കുറച്ചുകൂടെയൊക്കെ നമുക്ക് അഡീഷണൽ ആവശ്യമുണ്ട്. അവിടെ പോയി ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്താൽ ഉലമാക്കൾ പറയാണ്, ഒരു മനുഷ്യൻ ബിദ്അത്ത് ചെയ്യുമ്പോൾ അവന്റെ ഖൽബ് സലീമല്ലാതെയാകും, ഖൽബ് മറന്നുള്ളതാകും, രോഗമുള്ളതാകും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ് തൗഹീദിനെതിരാണ് ഷിർക്ക്. ഷിർക്കുണ്ടെങ്കിൽ തൗഹീദ് പൊളിഞ്ഞു പോകും, തൗഹീദ് ഉണ്ടായ ഷിർക്കുണ്ടാവില്ല. രണ്ടും വിപരീതമാണ്. ഇതുപോലെ സുന്നത്തെതിരാണ്, റസൂലുള്ളാഹിന്റെ ഇത്തിബാഅെതിരാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. സുന്നത്തുണ്ടായി ബിദ്അത്ത് ഉണ്ടാവില്ല, ബിദ്അത്തുണ്ടെങ്കിൽ സുന്നത്തുണ്ടാകില്ല. ഈ ബിദ്അത്തിന്റെയും ഷിർക്കിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ നന്മകൾ മുഴുവനും പൊളിച്ചു കളയുന്ന രണ്ട് തിന്മകളാണ് ബിദ്അത്തുകളും അതുപോലെ തന്നെ ഷിർക്കും എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹജബ അത്തൗബത അൻ സാഹിബിൽ ബിദ്അ, ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന്, ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് അല്ലാഹു തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു. അവന് തൗബ ചെയ്ത് അല്ലാഹു സ്വീകരിക്കൂലെന്ന. മാത്രമല്ല, അവൻ അല്ലദീന യുഹ്സിനൂന, അവന് വിചാരിക്കുന്ന എന്താണ്? യുഹ്സിനൂന സുൻഹ, അവൻ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ വിചാരിക്കുന്നു, പക്ഷെ അത് അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ അതുകൊണ്ട് തൗഹീദും അതിന് വിപരീതമായിട്ടുള്ള ശിർക്കും, സഹോദരന്മാരെ, ആ ശിർക്കിന് വിപരീതമായ തൗഹീദിലാണ് ഒരു വിശ്വാസി ഉണ്ടാകേണ്ടത്. ആ വിശ്വാസി ഉണ്ടെങ്കിൽ അവന്റെ ഖൽബ് സലീമാണ്. ബിദ്അത്തില്ലാതെ സുന്നത്ത് മാത്രമാണ് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നെ എമ്പാടും ചെയ്യാണ്ട് എനിക്കത് മതി, അതിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവന്റെ ഖൽബ് സലീമാണ്. ആ ബിദ്അത്തിലേക്ക് ഒരു മനുഷ്യൻ പോയാലോ, അതിനെക്കുറിച്ച് എന്താ അല്ലാഹു പറഞ്ഞു? സൂറത്തു ഖസസിൽ കാണാം, ഫഇല്ലം യസ്തജീബൂ ലക്, നബിയെ, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല എങ്കിൽ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ആയത്താണത്. ബിദ്അത്തല്ലേ, എന്തായാലും തോനെ ചെയ്താ കോനെ കൂലിട്ടൂലെന്നാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അല്ലാഹു പറയാണ്, ഫഇല്ലം യസ്തജീബൂ ലക, നബിയെ, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുന്നില്ല എങ്കിൽ, അഥവാ നിങ്ങൾ പറഞ്ഞത് അവർ കേൾക്കുന്നില്ലെങ്കിൽ, അതിനപ്പുറത്തേക്ക് അവർ പോവുകയാണെങ്കിൽ, ഫഅല, നീ മനസ്സിലാക്കണം, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ ആരെയാണ് പിൻപറ്റുന്നത്? അവർ സ്വന്തം ദേഹേച്ഛകളെയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞതാ കേൾക്കുവര്? റസൂലുള്ളാഹി പറഞ്ഞില്ല, അവർ സ്വന്തം ഇച്ഛകളെയാണ് പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിന് പിൻപറ്റാതെ ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകൾക്ക് അല്ലാഹു പറയാണ്, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് യാതൊരു സന്മാർഗവുമില്ലാതെ സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അവർ ളാലിമാണ്, അക്രമികളാണ്, അവരൊരിക്കലും അല്ലാഹു ഹിദായത്തിലാക്കൂല. അല്ലാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെടുത്ത് നിൽക്കണം, അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് ഖൽബുൻ സലീമിന്റെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, അല്ലാഹു പറഞ്ഞ, റസൂലും പറഞ്ഞ അവിടെ മതി, ആമന്ന വസല്ലംന. അതിനപ്പുറത്തേക്ക് പോയാൽ സഹോദരന്മാരുടെ നമ്മുടെ ഹൃദയം ദുഷിച്ചു പോകും. മൂന്നാമത്തെ കാര്യം എന്താണ്? ഖൽബുൻ സലീമിന്റെ മൂന്നാമത്തെ ലക്ഷണം ഇസ്തസ്ലമ ലിഖളാഇല്ലാഹി വഖദരിഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ടാകും. സാമ്പത്തികമായ പരീക്ഷണങ്ങളുണ്ടാകും, ശാരീരികമായ പരീക്ഷണങ്ങളുണ്ടാകും, മാനസികമായ പരീക്ഷണങ്ങളുണ്ടാകും. പതറിപ്പോകാൻ പാടില്ല, അള്ളാഹിന് ചീത്ത പറയാൻ പാടില്ല, അള്ളാഹുവിന്റെ ഖദറിനെയും അള്ളാഹുവിന്റെ തീരുമാനങ്ങളെയും നമ്മൾ ചീത്ത പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. മനസ്സുകൊണ്ട് അതിൽ സംതൃപ്തനാകണം.
അങ്ങനെ ഉണ്ടെങ്കിൽ ഖൽബ് സലീം ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. ഒരു മനുഷ്യന് എപ്പോഴാ തോനെ കൂലി കിട്ടുക? നമുക്കെല്ലാം ആഗ്രഹം ഉണ്ടാവുമല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവണ്ണം കൂലി കിട്ടണം, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാഇ. ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ആ മനുഷ്യന് കൂലിയും കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ജസാഅകൾ, അവന്റെ പ്രതിഫലങ്ങൾ ഒരു മനുഷ്യന് കൂടിക്കൊണ്ടിരിക്കും. എപ്പോ? മഅഇളമിൽ ബലാഇ. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എത്രമാത്രം മനുഷ്യൻ വർദ്ധിക്കുന്നുവോ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ പ്രവാചകൻ പറയാണ്, വഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സമുദായത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പരീക്ഷിക്കും, വെറുതെ വിടൂല. അവൻ പരീക്ഷണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിക്കൊണ്ടിരിക്കും, പിന്നെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. വമൻ റളിയ, ആ പരീക്ഷണങ്ങൾ ആരെങ്കിലും തൃപ്തിപ്പെട്ട് നല്ല വാക്ക് മാത്രം സംസാരിച്ചാൽ ഫലഹു റിളാ, അവനാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണങ്ങൾ തൃപ്തിപ്പെട്ട് ഇതെനിക്ക് പടച്ചോൻ തന്നതാണ്, ഇതെനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടുള്ള കോപം കൊണ്ടല്ല, അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹു എനിക്ക് എന്റെ കൂലി കൂടാൻ വേണ്ടി, എന്റെ ജസാവ് കൂടാൻ വേണ്ടി എനിക്ക് നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ തൃപ്തിപ്പെട്ടാൽ ഫലഹു റിളാ, അവനാണ് അള്ളാഹിന്റെ തൃപ്തിയുള്ളത്. എന്നാൽ വമൻ സഖിത, ആ പരീക്ഷണങ്ങളിൽ ആരെങ്കിലും കോപിച്ചാൽ, എന്തൊരു ഇടങ്ങേറാണിത്, എന്തൊരു നാശം പിടിച്ച കാര്യമാണിത് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളെ ശപിച്ചാൽ ഫലഹു സഖതു, അവൻ അല്ലാഹുവിന്റെയും ശാപമുണ്ടാകും, അവൻ അല്ലാഹുവിന്റെയും കോപമുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു നൽകിയ പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പരീക്ഷണങ്ങളിൽ ആരും ലോകത്ത് മുക്തരല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചത് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളായ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരാണ്. നിങ്ങൾ ആലോചിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര പരീക്ഷണമൊക്കെ നമുക്കുണ്ടോ? മഹാന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത രോഗം നമുക്കുണ്ടായിട്ടുണ്ടോ? മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടോ? നമ്മളെക്കാളൊക്കെ എത്രയോ പരീക്ഷണം അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ മനസ്സ് പതറാതിരിക്കുക എന്നുള്ളതാണ് ഖൽബുൻ സലീമിന്റെ മൂന്നാമത്തെ ലക്ഷണമായി കൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമാണ്. മാത്രമല്ല സഹോദരന്മാർ, ഈ ലോകത്തെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതിന് അറ്റണ്ടല്ലോ, എന്നും പരീക്ഷണം ഉണ്ടാവില്ല. മരണത്തോടുകൂടി അവസാനിക്കാത്തൊരു പരീക്ഷണം ലോകത്തില്ലല്ലോ. ഫഇന്ന മൽ ഉസ്രി യുസ്റാ, അല്ലാഹു പറഞ്ഞതല്ലേ, ഒരു പ്രയാസത്തെ കൂടി എളുപ്പമുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തിന്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. 13 വർഷക്കാലം പരീക്ഷണത്തിന്റെ ഘട്ടമാണെങ്കിൽ ബാക്കിയുള്ള 10 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആധിപത്യത്തിന്റെയും അതുപോലെ തന്നെ അധികാരത്തിന്റെയും വർഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടാകും, ഒരു പരീക്ഷണമുണ്ടായാലും ആശ്വാസമുണ്ടാകും. നമ്മൾ പതറിപ്പോകരുത്. ഫമൻ റളിയ ഫലഹു റിളാ, ആ പരീക്ഷണങ്ങളിൽ നമ്മുടെ മനസ്സുകൊണ്ട് പടച്ചോന്റെ പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വമൻ സഖിത, അതിനാരെങ്കിലും കോപിച്ച് ദേഷ്യപ്പെട്ട് ശപിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ശാപവും കോപവും പരീക്ഷണങ്ങളൊക്കെ കൂടുതൽ വർദ്ധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ ലക്ഷണം. ഇനി നാലാമത്തെ എന്താണ്? നാലാമത്തത് സലിമ മിൻ കുല്ലി മാ യഖ്തഉ മിൻ ദിക്രില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ നിന്ന്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് ഏത് കാര്യമുണ്ടെങ്കിലും അതൊക്കെ അവൻ തട്ടിമാറ്റി വകഞ്ഞുമാറ്റിയായിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കുക. എന്ന് പറഞ്ഞാൽ പടച്ചോനെ മറന്നുകൊണ്ട് ഹൃദയം അള്ളാഹുവിനെ വിസ്മരിക്കുന്ന ഒരു രംഗം പോലും ഒരു വിശ്വാസിക്കുണ്ടാകരുത്. എപ്പോഴും അള്ളാഹുവിന് ഓർമ്മ വേണം, പടച്ചറബിന്റെ കൽപ്പനകൾ ഓർമ്മ വേണം. അതിൽ നിന്ന്, പടച്ചോനിൽ നിന്ന് തെറ്റിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന്റെ മനസ്സ് അകന്നു നിൽക്കുന്നതാണ്. അവന്റെ മനസ്സ് ദുനിയാവിൽ മശ്ഗൂലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചാണ് അവന്റെ മനസ്സ് മശ്ഗൂലാകുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു മുനാഫിഖൂനിന്റെ 9-ാമത്തെ ആയത്തിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്ത് അഥവാ നമ്മുടെ കീശയിലുള്ള പണം, നമ്മുടെ ബാങ്കിലുള്ള പണം, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, അതൊന്നും, അതുപോലെ തന്നെ വലാ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, അൻ ദിക്രില്ലാഹി, അള്ളാഹുവിന്റെ ദിക്റിൽ നിങ്ങളെ തടയാൻ പാടില്ല വിശ്വാസികളെ. അപ്പൊ നമുക്ക് സന്താനങ്ങൾ ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, കുടുംബം ആവശ്യമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, നമസ്കാരങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പിൻപറ്റുന്നതിലും ഇതൊന്നും തടസ്സാകരുത്. സമ്പത്ത് തടസ്സമാകരുത്.
എന്നിട്ട് അല്ലാഹു പറയാണ്, അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തന്റെ സമ്പത്തുകളും തന്റെ സന്താനങ്ങളും തടഞ്ഞാൽ അവനാണ് നഷ്ടം സംഭവിച്ചവൻ, അവൻക്കാണ് നഷ്ടം ഉണ്ടാകുക. നമ്മളെന്താ ഇബ്ലീസ് നമുക്ക് പറഞ്ഞെന്താ തത്വം? എന്താ ഇബ്ലീസ് പറഞ്ഞെന്താ വെച്ചാൽ, സ്കാരൊക്കെ അവിടെ നോട്ടെ, കച്ചവടം നടക്കട്ടെ, അവനാണ് വിജയിക്കാന്നല്ലേ. അല്ലാഹു പറയാണ്, നമസ്കാരം തടയാതെ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിൽ നിന്ന് അവന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അവന്റെ കച്ചവടവും അവന്റെ സമ്പത്തും അവന്റെ ദുനിയാവും അവന്റെ സന്താനങ്ങളും അവന്റെ ഇണകളും അവനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവനാകുന്ന നഷ്ടം സംഭവിച്ചവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു മനുഷ്യൻ ദുനിയാവിന്റെ കാര്യങ്ങൾ അവനെ തടസ്സപ്പെടുത്തുക. അതെന്തായിരുന്നാലും ഇവിടെ മാലും സമ്പത്തും അതുപോലെ തന്നെ സന്താനങ്ങളും അവന് അള്ളാഹു പിന്നെ പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മശ്ഗൂലാക്കി കളയുക. അവന്റെ സമ്പത്തിന് നഷ്ടം വരുമോ, അതിലേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. ഇത് ഒരു മനുഷ്യനെ തടയാതിരുന്നാൽ അതൊക്കെ അവിടെ എന്തെങ്കിലും എനിക്ക് പടച്ചവനാണ് വലുത്. ആ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അവന്റെ ദിക്റിൽ നിന്നും യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി കൊണ്ടോർക്കണം. ഉദ്കുറൂനി ഫദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങൾ ഓർക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തടയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ മശ്ഗൂലാകാതിരിക്കുക, അതാണ് ഖൽബുൻ സലീമിന്റെ 4ാമത്തെ ലക്ഷണമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ. സഹോദരന്മാരെ, ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴുണ്ടാകേണ്ടത്. ദുനിയാവ് നമുക്ക് ആവശ്യം തന്നെയാണ്, പക്ഷെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കാനല്ല അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹ് ഇബാദത്ത് ചെയ്യാനും അള്ളാഹിനെ ആരാധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ദുനിയാവ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിരിക്കുന്നല്ലാതെ ദുനിയാവിന് വേണ്ടി അള്ളാഹിനെ ആരാധിക്കാനല്ല, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ദുനിയാവ് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു. ഈ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോർക്കുന്ന ഖൽബുൻ സലീമിന്റെ ഉടമകളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ ഹൃദയവിശുദ്ധി അഥവാ ഖൽബുൻ സലീമാകുന്നതിന്റെ 5ാമത്തെ ലക്ഷണമെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള ആളുകൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അഥവാ അസൂയയില്ലാത്ത, പകയില്ലാത്ത, മറ്റൊരു മനുഷ്യനോടും ഒരു കുശുമ്പോ കുനിഷ്ടോ പകയോ അസൂയയോ ഇല്ലാത്ത ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളാവുക. ഇന്ന് പലപ്പോഴും വിശ്വാസികളായ ആളുകൾ പോലും മാനസികമായി, ശാരീരികമായി അല്ലെങ്കിൽ അടുത്തവരാണെങ്കിൽ പോലും മാനസികമായി വളരെ വിദൂരതയിൽ നിൽക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, പടച്ചോന്റെ മുമ്പിൽ ഖൽബുൻ സലീമായി കൊണ്ട് ചെല്ലണമെങ്കിൽ ഒരു വിശ്വാസിയോട് മനസ്സിൽ പകയും കുശുമ്പും കുനിഷ്ടുമായി നടക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ കുറിച്ച് പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹശ്റിലെ 10ാമത്തെ ആയത്തായി നമുക്ക് കാണാൻ കഴിയും. വല്ലദീന ജാഊ മിൻ ബഅദിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ചില ആളുകൾ പിൽക്കാലത്ത് വരും. എന്താണ് അവരുടെ പ്രത്യേകത? യഖൂലൂന, അവർ പ്രാർത്ഥിക്കുകയാണ്. അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകളുടെ പ്രാർത്ഥന എന്താണ്? റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനില്ലദീന സബഖൂനാ ബിൽ ഈമാൻ, പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തുണ്ട, ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ഈമാൻ കൊണ്ട് മുൻകടന്നിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികളായ വിശ്വാസികളുണ്ട്, അല്ലാഹു നീ അവർക്കും പുറത്തുകൊണ്ട. ഇത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല ഇതര വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്താണ് വീണ്ടും അവർ പ്രാർത്ഥിക്കുന്നത്? വലാ തജൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, അല്ലാഹുവേ വിശ്വാസികളായ ആളുകളോട്, മുഅ്മിനീങ്ങളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു പകയും വെച്ച് പുലർത്തരുത്, ഒരു ദേഷ്യവും നീ തോന്നിപ്പിക്കരുത്. അവിടെ ഒരു ഗില്ല്, ഒരു അസൂയ, ഒരു പക, അവന്റെ നന്മയിൽ ഒരു കണ്ണുകടി, അവന്റെ വളർച്ചയിൽ ഒരു അസൂയ, അതൊന്നും ഞങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കരുത്. അവന് കിട്ടുന്നത് എനിക്ക് കിട്ടണം, അവന് കിട്ടണം, അവന് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെയായിരിക്കണം വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരിക്കേണ്ടത്. റബ്ബന ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അപ്പൊ സഹോദരന്മാർ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ
പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ലാ തദ്ഖുൽ ജന്ന ഹത്താ തുഅ്മിനു, നിങ്ങൾ ആരും സ്വർഗ്ഗത്തിലേക്ക് കടക്കില്ല നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. വലാ തുഅ്മിനു, നിങ്ങൾ ആരും വിശ്വാസികളാകില്ല ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഹുബ്ബുള്ളവരാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ടാവുകയില്ല. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാൻ പറ്റിയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പ്രവാചകൻ പറഞ്ഞു. അതെന്താണ്? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിക്കുക. ഏതുമുണ്ടാത്തോനും കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സൊന്ന് അലിയും. അവനോട് സലാം പറഞ്ഞാൽ, ആ സലാം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ മനസ്സുകളെ അലിയിപ്പിക്കുന്നതും പ്രത്യേകമായിക്കൊണ്ട് സ്നേഹം ആ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതുമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റുള്ളവന് അസൂയയും കുശുമ്പും കുനുഷ്ടും എന്തിനാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ വെറുതെ വിമലമാക്കുന്നത്? ഉള്ള കാലത്ത് നല്ല ആളുകളായി മനസ്സിനെ ശുദ്ധീകരിച്ച് മനസ്സിൽ മറ്റുള്ളവരോട് സ്നേഹം നിറച്ചുകൊണ്ട് ജീവിക്കലാണ് സഹോദരന്മാരെ നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ കുടുങ്ങിപ്പോകും. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെ, അല്ലെങ്കിൽ മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഖൽബുൻ സലീമായിക്കൊണ്ട് ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ 5 കാര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയവിശുദ്ധിയോടുകൂടി റബ്ബിന്റെ അടുക്കിലേക്ക് എത്തുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മൾക്കെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ സ്വർഗം നൽകി അള്ളാഹു നമ്മി നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ നമ്മൾ നോറ്റിരിക്കുന്ന മുഴുവൻ നോമ്പുകളും അതുപോലെ തന്നെ ഇബാദത്തുകളുമെല്ലാം അള്ളാഹു നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ആദർശ ബന്ധു കൂടിയായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ പുലിക്കൽ സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഒരു പ്രവർത്തകനാണ്. നമ്മുടെ പല കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകൻ സൗദി അറേബ്യയിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണതാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹം ഇന്ന് ആ കുട്ടി +1 പഠിക്കുന്ന കുട്ടിയാണ്. വെന്റിലേറ്ററിലാണ്. നമ്മളെല്ലാവരെയും പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എത്രയും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹുർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا صيامنا وقيامنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا